ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു യാത്രയിലാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക്. രാവിലെ ഞങ്ങൾ ഒരു 9:30 ആകുമ്പോൾ തിരിച്ച് ഞങ്ങളവിടെ ഒരു 11:30 ആയപ്പോൾ എത്തി. റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറാണ്. സോ അവർക്കുള്ള ഹോളിഡേ ഹോംസ് അവൈലബിൾ ആയിരുന്നു. അവിടെ ഫാമിലിയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിലൊരു റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. സോ ഞങ്ങളൊരു 12 മണിയാകുമ്പോൾ അവിടെ എത്തി. ചേട്ടൻ അവിടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് നോക്കി. നല്ല രസമുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്നിങ്ങനെ നോക്കി ക്യാമറയിലേക്ക് പകർത്തി. അവർ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് നോക്കി കണ്ടു. ഓഗസ്റ്റ് 15th, 16th, 17th ആയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അത് ഒരു ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ആയിട്ട് വരുമായിരുന്നു. ഓഫ് സീസൺ ആയിരുന്നെങ്കിലും അന്ന് അത്ര വലിയ തിരക്കൊന്നും അവിടെ കണ്ടില്ല. ഹോളിഡേ ഹോമിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ റൂമിലോട്ട് പോവുമായിരുന്നു. ഈ ഒരു ഓഫീസേഴ്സിൻ്റെ ഇതാവുമ്പോൾ അവർ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഇവരുടെ ഈ റൂം റേറ്റൊക്കെ വളരെ കുറവാണ്. 100 or 200 അങ്ങനെ സംതിങ് ഒക്കെ വരത്തുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും നല്ല ക്ലീൻലിനെസ് ഒക്കെ ഉള്ളൊരു റൂമുകളായിരിക്കും. സോ മിക്കവാറും ഞങ്ങളങ്ങനെ ഒരു 2 ഡേയ്സിനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് റൂം എടുത്തിട്ട് പോകാറുള്ളത്. സോ ഇപ്പോൾ വലിയ മോൻ ഞങ്ങളുടെ കൂടെ ഇല്ല. ചേട്ടനും ഞാനും എൻ്റെ ചെറിയ മോനും മാത്രമാണ് കൂടെ പോകുന്നത്. സോ ഞങ്ങൾ റൂമിലെത്തി. അത്യാവശ്യം നല്ല കോറിഡോറും ഒക്കെ ആയിരുന്നു. റൂം നല്ല വൃത്തിയുള്ള റൂമൊക്കെ ആയിരുന്നു. കയറുന്ന അവിടെ തന്നെയായിരുന്നു ടോയ്ലറ്റ് ഉണ്ടായിരുന്നത്. ഡോറിന് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. സോ ഇത് ഒരു ഹാളും 2 ബെഡ്റൂമും അങ്ങനെയായിരുന്നു എടുത്തിരുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. 2നും ബാൽക്കണിയും ഒക്കെ ഉണ്ടായിരുന്നു. വിത്ത് AC ഒക്കെ ആയിരുന്നു. ഫുഡിന് താഴെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഓർഡർ കൊടുക്കുകയായിരുന്നെങ്കിൽ അവർ ഫുഡും പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് ചപ്പാത്തി, പനീർ കറിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളത് കഴിച്ചു. കഴിച്ചതിന് ശേഷം കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല പനീർ കറിയായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫൊക്കെ അധികം നോർത്ത് ഇന്ത്യൻസൊക്കെ തന്നെയായിരുന്നു. സോ അവരുടെ ഫുഡൊക്കെ നല്ല ഡെലിഷ്യസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ ഫ്രൈഡ് റൈസ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ വിവേകാനന്ദ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടകളൊക്കെ അത്യാവശ്യം ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയധികം കടകളൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത്രയ്ക്കൊന്നും തിരക്കുണ്ടാവില്ലെന്ന്. പക്ഷേ ഓഫ് സീസൺ ആയിട്ട് പോലും ആ 3 ദിവസം അടുപ്പിച്ച് വന്നതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ ക്രൗഡ് ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിട്ട് പോലും നമുക്ക് കടലിൻ്റെ അടുത്തായത് കൊണ്ടോ എന്തോ അത്രയ്ക്ക് ചൂടൊന്നും നമുക്ക് തോന്നിയില്ല. നല്ല കാറ്റുണ്ടായിരുന്നു. കടകളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ വാങ്ങാമല്ലോ. എല്ലാ കടകളിലും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. 100 രൂപയ്ക്ക്, 200 രൂപയ്ക്ക്, 50 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ക്യൂ നിൽക്കുന്നതിൻ്റെ ബിൽഡിങ്ങിലകത്തേക്ക് അവർ നമ്മളെ കടത്തി വിട്ടു. പുറമേ ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ക്യൂ നിൽക്കാനായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നു. സോ ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു. അതിനകത്ത് ആകെ ഒച്ചപ്പാടും ബഹളവും. കോളേജിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഫാമിലി ആയിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. 2 ബോട്ട് അവിടെ ചുമ്മാ നിർത്തിയിട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ടിലേക്ക് നമ്മളിത് കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ലൈഫ് ജാക്കറ്റൊന്നും കിട്ടിയില്ല. അതിനകത്ത് കയറിയപ്പോഴത്തേനും ഇരിക്കാനുള്ള സ്ഥലവും കിട്ടിയില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നിന്നുകൊണ്ട് എൻജോയ് ചെയ്യാം. നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ക്യാപ്റ്റൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പിടിച്ചു നിന്നു.
ജസ്റ്റ് നമുക്ക് നോക്കാമല്ലോ. പക്ഷെ ആകെ 5-10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ, അപ്പോഴത്തേക്കും നമ്മൾ റോക്കിലോട്ട് എത്തും. പിന്നെ നല്ല വെയിലായിരുന്നു അത്യാവശ്യം. പക്ഷെ കടലിൻ്റെ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കടൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നോ. ബോട്ടിങ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് യാത്രയൊക്കെ എൻജോയ് ചെയ്യാൻ ഇടയ്ക്കെങ്കിലും പോവാറുണ്ട് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക്. കാരണം ഇവിടുന്ന് വലിയ ദൂരമില്ല, രാവിലെ കയറി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ എത്തും. അങ്ങനെ വിവേകാനന്ദ റോക്കിലേക്ക് ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെരുപ്പൊക്കെ ഒരു ഭാഗത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കണം, അപ്പോഴേ റോക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ. തിരിച്ചു പോകാനുള്ള ക്യൂ ആണ് ആ കാണുന്നത്. തിരിച്ച് വീണ്ടും കരയിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് അവിടെ നിൽക്കുന്നത്. സോ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് റോക്കിലേക്ക് കയറി. ആ വൈറ്റ് കളറിലുള്ള ആ വരയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും കാര്യമായിട്ട് ഫീൽ ആവില്ല. പക്ഷെ എവിടെയും അങ്ങനെ ചൂടൊന്നും ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു സത്യത്തിൽ. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. റെനോവേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സോ പുറമേ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസും എടുത്തു. പിന്നെ പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ 2 റോക്കുകളുണ്ടല്ലോ, ഒന്ന് വിവേകാനന്ദൻ്റെ റോക്കും മറ്റത് തിരുവള്ളുവറിൻ്റെ റോക്കും. നേരത്തെ ഈ 2 റോക്കിലേക്കും നമ്മുടെ ബോട്ടിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ 2 റോക്കിൻ്റെ ഇടയിലായിട്ടൊരു പാലം വന്നതുകൊണ്ട് അത്രയും സർവീസ് നമുക്ക് കുറച്ചു. മാത്രമല്ല അത്രയും ടൈമും നമുക്ക് സേവ് ആവുന്നുണ്ട്. ഈ റോക്കിൽ നിന്ന് ആ റോക്കിലേക്ക് ഈ ഒരു ബ്രിഡ്ജിലേക്ക് കൂടെ പോയാൽ മതിയാവും. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് എന്നൊക്കെ പറയണ കേട്ടപ്പം ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇത്രയും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊന്നും ഒരിക്കലും ആവില്ല. അതിൻ്റെ നടുക്കുള്ളൊരു പോർഷൻ മാത്രം ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി അതൊക്കെ ഇങ്ങനെ കണ്ടു. ആ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ കടലും പിന്നെ പാറകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ അതിൽ കയറിയിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. വെയിറ്റ് നല്ലോണം താങ്ങുന്നുണ്ട്. സോ അതിൽ നടക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ക്രൗഡുള്ളപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കയറി നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ക്രൗഡുണ്ട്. പേടിയാവുമൊന്നുമില്ല, കാരണം എനിക്ക് തോന്നുന്നു ഒരു ഡബിൾ ലെയറൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. സോ സുഖമായിട്ട് നടന്നു. അതിൻ്റെ അടിയിൽ പാറയും അതുപോലെ ആ കടലിൻ്റെ ഓളങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നന്നായിട്ട്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. നല്ല രസമായിരുന്നു അതിൻ്റെ മുകളിൽ കൂടെ നടക്കാനായിട്ട്. അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്രൗഡ് വരുമ്പോൾ അവർ അത് കൺട്രോൾ ചെയ്യും. സോ അന്ന് അത്രയും എനിക്ക് തോന്നുന്നു വലിയ ക്രൗഡൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തുള്ള റോക്കിലെത്തി, തിരുവള്ളുവറിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. ഇതിനെല്ലാം കൂടെ ഒരു ടിക്കറ്റായിട്ടാണ് ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത്. സോ നമുക്ക് അത്രയും ടൈം സേവ് ആവുന്നുണ്ട്. ഇതിനകത്തൂടെ പടവുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരുവള്ളുവറിൻ്റെ കാൽപാദത്തിൻ്റെ അടുത്ത് വരെ പോവാം. ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് പോലെയൊക്കെ തോന്നി, കാരണം കടൽക്കാറ്റ് മൊത്തം അതിനകത്തോട്ട് വന്നിട്ട് ആ ഉപ്പുണ്ടല്ലോ, ഉപ്പിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ മുഴുവനും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ഇതൊന്നുമല്ല, ഇഷ്ടംപോലെ സ്പേസ് അതിനകത്തുണ്ടായിരുന്നു. വളരെ പതുക്കെ വെയിറ്റ് ചെയ്ത് അതിനകത്തോട്ട് കയറി. മേളിലെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മൊത്തം കടലും ചുറ്റും നമുക്ക് കാണാം. ഗ്ലാസ് ബ്രിഡ്ജും അപ്പുറത്തുള്ള റോക്ക് പിന്നെ കര എല്ലാം നമുക്ക് കാണാമായിരുന്നു. ഇത് തിരുവള്ളുവറിൻ്റെ സ്റ്റാച്യു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിന് ചുറ്റുമൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
ഗ്ലാസ് ബ്രിഡ്ജും കരയിലുള്ള ദേവിയുടെ അമ്പലവും ഒക്കെ കാണായിരുന്നു കന്യാകുമാരിയുടെ ക്ഷേത്രം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല, അത്രയ്ക്കും കാറ്റും ആ കടലിൻ്റെ നടുക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. സൂര്യൻ ചുട്ടുപഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു ചൂടൊന്നും നമുക്ക് ഫീൽ ആവുന്നേ ഇല്ലായിരുന്നു. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാൻ നിങ്ങളെല്ലാവരും വരണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇനി തിരിച്ച് നമ്മൾ വീണ്ടും ആ പാലത്തിന്മേക്ക് കൂടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങി. അതിലൂടെ തന്നെയാണ് അവിടെ നമ്മുടെ ഈ മോട്ടോർ ബോട്ട് വരുള്ളൂ. അതിൽ കയറിയിട്ട് വേണം നമ്മളിനി കരയിലേക്ക് പോകാനായിട്ട്. സോ ഞങ്ങളവിടെ തിരിച്ച് പോകാനുള്ള ക്യൂവിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. താഴെ പോയി നമ്മുടെ ചെരുപ്പൊക്കെ എടുത്തിട്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നു. ഇഷ്ടംപോലെ മലയാളികളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇതിപ്പോൾ അങ്ങനെ തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറി കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്രാവശ്യം നേരത്തെ തന്നെ കയറിയതുകൊണ്ട് ലൈഫ് ജാക്കറ്റും സ്പേസൊക്കെ കിട്ടി, ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി. നമ്മളിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ നമ്മൾ അനങ്ങാത്ത പോലെ തോന്നുമെങ്കിലും നല്ലൊരു, ചിലപ്പോൾ ആലപ്പുഴയിലൊക്കെ പോയവർക്കൊക്കെ ബോട്ടിലൊക്കെ പോയിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണുമായിരിക്കും. നല്ല രസമാണ് പോകാനായിട്ട്. ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ഇതിൽ 100 പേര് 120 പേര് അങ്ങനെ എത്രയോ പേരാണ് ഈ ഒരു ബോട്ടിനകത്ത് കയറാൻ പറ്റുന്നത്. തിരിച്ച് ഞങ്ങൾ കരയിലെത്തി. കരയിൽ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായി, വെയിലൊക്കെ ഒന്ന് അടങ്ങി. എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കടകളും ഒക്കെ ജസ്റ്റ് ഒന്ന് കയറി. ഈ കടകളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ഞങ്ങളൊരു ചായക്കടയിൽ കയറി. ചായയും ബജ്ജിയൊക്കെ, വാഴയ്ക്ക ബജ്ജിയും പിന്നെ മുളക് ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ചായ സമയമായിരുന്നു. സോ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഉഴുന്നുവടയും ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചു. നല്ല ചൂട് ചായ. പിന്നെ ഞങ്ങൾ സ്പൈറൽ പൊട്ടാറ്റോ ഫ്രൈസ് കഴിച്ചു. ഇതിന് ടൊർണാഡോ പൊട്ടാറ്റോസ് എന്നുകൂടി പേരുണ്ട്. അതിൽ സോസും വൈറ്റ് സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിരുന്നു. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ വേവിച്ച കടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേവിച്ച കടലയും പിന്നെ ഓണിയനും ക്യാരറ്റും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഏകദേശം ഫില്ലായി. ഇത് സൂര്യ അസ്തമയം കാണാനുള്ള ബിൽഡിംഗ് ആണിത്. അതൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞു. സോ അങ്ങോട്ടൊന്നും പോയില്ല. വീണ്ടും ഞങ്ങൾ കാറെടുത്തിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. നൈറ്റ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് സിറ്റി എല്ലാം ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി. ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായിരുന്നു രാത്രി കാഴ്ചകളൊക്കെ. പുറമേ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നൈറ്റ് ഡിന്നർ അവിടെ റൂമിൽ തന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതല്ലെങ്കിൽ ഇഷ്ടംപോലെ കടകളൊക്കെ അവിടെ ഉള്ളതാണ്. നോൺ വെജും വെജും ആയിട്ട് ഇഷ്ടംപോലെ ഐറ്റംസൊക്കെ, നല്ല കൊത്തു പൊറോട്ടയൊക്കെ കിട്ടുമായിരുന്നു. എങ്കിലും നമ്മൾ റൂമിൽ ചപ്പാത്തിക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചപ്പാത്തിയും ചിക്കനും പിന്നെ കോളിഫ്ലവർ കറിയൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിരുന്നു. സോ ഞങ്ങൾ അത് തന്നെ കഴിച്ചു. നൈറ്റ് വേഗം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേന്ന് തിരിച്ച് പോകാനുള്ളത് കൊണ്ട് എല്ലാവർക്കും ക്ഷീണമായി കാണുമല്ലോ. അപ്പം നേരത്തെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് രാവിലെ അവിടുന്ന് തിരിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.